സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു ബാങ്ക് ഗോൾഡുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തട്ടിപ്പ് കാര്യത്തെക്കുറിച്ചാണ് പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയം നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെ പേരിൽ ഇനി ഈ മറ്റൊരാൾ എന്ത് ചെയ്ത് ഈ തട്ടിപ്പിന് ഇരയാവരുത്. കാരണം നിരന്തരം നമ്മൾ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ വെക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ കാര്യം അറിയുന്നവരുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ആണ് ഇത് ഞാൻ പറയുന്നത്. ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം എന്നൊന്നും പറയില്ല, കാരണം അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ ആവശ്യമില്ല, കാര്യങ്ങൾ പറഞ്ഞാലും മതി. എന്തായാലും അറിയണം, എല്ലാവരും അറിയണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സംഭവം നിലമ്പൂരാണ്. ഇത് ഇന്നലെ സെറ്റിൽഡായ കേസാണ്. ഇന്നലെ സെറ്റിലായി കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ 4 മണിക്ക് സെറ്റിലായി ആ കേസാണ്. നിലമ്പൂർ എൻ്റെ ഫ്രണ്ട് ആണ്. ആൾ ദിബു, പേര് ദിബു എന്നാണ്. അപ്പോൾ ആൾ ആർമിയിലാണ്, വൈഫും കുട്ടിയൊക്കെ ആർമിയിൽ അവിടെ തന്നെയാണ്. 2022 വീട് വെക്കുന്നത് ബന്ധപ്പെട്ട് അദ്ദേഹം സ്വർണം എന്ത് ചെയ്തു, നിലമ്പൂരിലൊരു ബാങ്കിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചു. അവനത് ശേഷം 2022 കഴിഞ്ഞ് 23 23 പുതുക്കി, 24 പുതുക്കി, 25 ഇപ്പോൾ വീണ്ടും അവൻ്റെ അച്ഛനാണ് അതിന് ശേഷം പുതുക്കുന്നത്. 2023 ശേഷം അച്ഛനാണ് പുതുക്കുന്നത്, അച്ഛനെ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഇത് ശേഷം ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു വന്ന് 2025 പുതുക്കുമ്പോൾ അച്ഛൻ തന്നെ പുതുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ പുതുക്കാൻ ചെന്നപ്പം സ്വർണത്തിൻ്റെ വില കൂടിയതുകൊണ്ട് തന്നെ 2-3 ഐറ്റം, 2 വള, അതുപോലെ കൈച്ചെയിൻ, ഇങ്ങനെ വേറെ എന്തോ സാധനം തിരിച്ചു കൊടുത്തു. കാരണം വാല്യൂ ക്ലിയറാണ്, വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊടുത്തു. ഇതും കൊണ്ട് മൂപ്പര് വന്ന് വീട്ടിൽ വെച്ചു. ലീവ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് അവനും വൈഫൊക്കെ വന്നപ്പോൾ സ്വർണം ഇടാൻ നോക്കുമ്പോൾ എന്തില്ല, സ്വർണത്തിന് കുളത്തില്ല, കൈച്ചെയിന് കുളത്തില്ല. അപ്പോൾ ഇതോ എന്താണെന്ന് നോക്കുമ്പോൾ സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ അവന് ഫോട്ടോ എടുത്ത് 2022 ഇത് വെക്കുമ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ സാധനമൊക്കെ ക്ലിയറായിട്ട് കാണുന്നുണ്ട്. അവർ ടേബിളുമ്പോൾ വെച്ചിട്ട് എടുത്ത ഫോട്ടോയാണ്, ക്ലിയറായിട്ട് അത് കാണുന്നുണ്ട്. അപ്പോൾ അവന് സംശയം, ഇതെന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ബാങ്കിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ ഓരോ തട്ടുമുട്ട് ന്യായമൊക്കെ പറഞ്ഞ് ഇത് കുറേ പുതുക്കിയതല്ല, എങ്ങനെയാണെന്നൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞ് അവർ കുറേ ഞാൻ പറഞ്ഞ് മടക്കി. അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ പറ്റൂല, പരാതിയാക്കി എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പരാതിയാക്കി എഴുതി കൊടുത്തു. പിന്നെ ഒരു 2024 ഡോക്യുമെൻ്റ് കൊടുത്തു, അന്ന് വെച്ചപ്പോഴുള്ള ഡോക്യുമെൻ്റ്. അപ്പോൾ പിന്നെ അങ്ങനെ വീണ്ടും ഇത് വായിച്ചു വന്നപ്പോൾ 2023 22 വേണം പറഞ്ഞപ്പോൾ ലാസ്റ്റ് 23 അവർ കൊടുത്തു. പക്ഷേ 22 എങ്ങനെയല്ല അവർ കൊടുക്കണില്ല. ഇത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഫ്രണ്ടിനോട് ഉണ്ട് അവിടെ സ്റ്റേഷനിൽ നിലമ്പൂർ. അപ്പോൾ അവരൊന്ന് വിളിച്ച് ചെല്ല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ അവിടെ ചെന്ന്. അപ്പോൾ അവിടെ രതീഷ് സാർ എന്നൊരു SI, നല്ല ആളാണ് മൂപ്പര്, നല്ലൊരു സപ്പോർട്ടായിട്ട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ മൂപ്പരെന്നെ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ചു. 2022 രേഖ കൊടുക്കാൻ പറഞ്ഞു. ലാസ്റ്റ് അവർ അങ്ങനെ വീണ്ടും കളിപ്പിച്ച് ലാസ്റ്റ് രേഖയൊക്കെ കൊടുത്തു. എന്തായാലും രേഖയൊക്കെ കിട്ടിയപ്പോൾ 2022 രേഖ കിട്ടിയപ്പം കറക്റ്റാണ്. അതിൽ 90.5 ഉണ്ട് സ്വർണം. പക്ഷേ ഇവൻ്റെ ഇപ്പോഴത്തെ ഓരോ രേഖയിൽ, അതിന് ശേഷം പുതുക്കി വെച്ചതിന് ശേഷമുള്ള ഓരോ രേഖയിൽ 90 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രസം എന്താ വെച്ചാൽ, ഇതിൻ്റെ ഇടയിൽ നടന്ന കളി ഇവർ കളിച്ചു എന്നല്ല കേട്ടോ. ഞാൻ പ്രത്യേകം പറയുന്ന എല്ലാ ബാങ്കുകാരും ചെയ്യുന്നവരാണെന്നല്ല. പല ആളുകളും ഇതൊരു നല്ലൊരു തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണ് ഇത് എന്നും, ഇത് നല്ലൊരു ശതമാനം ആളുകൾ ചെയ്യുന്നവരും ഉണ്ടാവാം. കാരണം നമ്മളെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഇത് പല ആളുകൾക്കും അറിയില്ല, ചെയ്യും. നല്ല മാർഗ്ഗമാണല്ലോ. അപ്പോൾ ഇവർ പല ന്യായങ്ങൾ പറഞ്ഞു. 2023 നിങ്ങൾ പുതുക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ അന്ന് കൊണ്ടുപോയതായിരിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് കൊണ്ടുപോയതാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അന്ന് കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ റെസിപ്റ്റ് അവരെ ഇത് ഒപ്പിട്ട് തന്നിട്ടുണ്ടാവുമല്ലോ, സാധനം കൊണ്ടുപോയിട്ടുണ്ട്, അത് ഒരിടത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാട്ടിയൊരു കളി എന്താണെന്ന് വെച്ചാൽ, ഇവർ 2024 രേഖയിൽ കൊണ്ടുപോയിട്ടുള്ള സ്പേസ് ഇല്ലാത്തോടത്ത് മെല്ലെ ബ്രാക്കറ്റ് അത് പിന്നെ ആഡ് ചെയ്താൽ കണ്ടാൽ തന്നെ അറിയാം. അതിൽ കൊണ്ടുപോയി നോ ഹുക്ക് നെയ്തി, ഈ ചെയിനിൻ്റെ നേരെ കൊണ്ടുപോയിട്ട് നോ ഹുക്ക് നെയ്തിയേക്കുക. പക്ഷേ ഒരു 2023 വരെ എഴുതാൻ മറന്നും ചെയ്തത്. ഇത് ചോദ്യം ചെയ്തപ്പോൾ ഒരാണ് മറന്നത് കേൾക്കാറ്. അങ്ങനെ പല ന്യായവും പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ തരണ്ട, നമുക്ക് ലീഗലി തന്നെ എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങളെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനമായിട്ട് അവർ പെടുന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവരെന്ത് ചെയ്തു, ലാസ്റ്റ് എന്തെങ്കിലും ഉദ്ദേശിക്കണത് പിന്നെ ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഹുക്ക് കിട്ടണം. ആദ്യം ഹുക്കില്ല, എങ്ങനെയെന്ന് കുറേ പറഞ്ഞു അവർ. അപ്പോൾ പൈസ തരാനുള്ള പ്ലാൻ, അന്നത്തെ പൈസ അവൻ പറഞ്ഞല്ല, ഞങ്ങൾ പറഞ്ഞു ഹുക്ക് തന്നെ വേണം. അപ്പോൾ അവർ ലാസ്റ്റ് എന്ത് ചെയ്തു, ഓക്കെ 2 ദിവസം ഞങ്ങൾ ഹുക്ക് എന്നാൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു,
ഹുക്ക് ഡേറ്റ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ, നിലമ്പൂർ സ്റ്റേഷനിലുണ്ട് അതിൻ്റെ രേഖകൾ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവർ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് ആണ് അവർ ഡേറ്റ് പറഞ്ഞു, സമയം പറഞ്ഞു. 500 മില്ലി എന്നുള്ളത് അവർ 470 മില്ലി ആക്കി അവർ കൊടുത്തു ഹുക്കായിട്ട്. നോക്കണം നമ്മൾ ഇത് ഇങ്ങനെ തട്ടിപ്പ്, ഇത് ഇവൻ്റെ കയ്യിൽ ഫോട്ടോ ഉള്ളത് കൊണ്ടും ഒക്കെ ആണല്ലോ ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. എന്താ വെച്ചാൽ നമ്മളിൽ പല ആളുകളും, നമ്മളൊക്കെ ഞാനടക്കം നമ്മൾ സ്വർണം വെക്കാൻ പോയി നമ്മൾ കൊടുത്ത സാധനം എന്താണെന്ന് പോലും, ഒരു എഴുതിയ സാധനം എന്താണെന്ന് പോലും വായിച്ചു നോക്കാതെ, എത്ര ഗ്രാം ഉണ്ടായിരുന്നു എന്ന് പോലും രേഖപ്പെടുത്താതെ, ഫോട്ടോ എടുക്കാതെ, ഈ സാധനങ്ങൾ ഓരോന്നും ഫോട്ടോ എടുത്ത് വെക്കണം. നമ്മൾ അവിടെ വെക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് വെച്ചതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണം. മാത്രമല്ല അതിൽ എത്ര ഗ്രാമാണ് അവർ തൂക്കിയത്, നെറ്റ് വെയ്റ്റും ഗ്രോസ് വെയ്റ്റും എഴുതുന്നവരുണ്ട്, ഒന്നിച്ചുള്ള തൂക്കം എഴുതുന്നവരുണ്ട്. ശരിക്കും സെപ്പറേറ്റ് തന്നെ തൂക്കം എഴുതണം. അതുപോലെ കാരണം 5-8 ഐറ്റം ഉണ്ടെങ്കിൽ ഒന്നിച്ച് വെച്ചിട്ട് തൂക്കമല്ല, സെപ്പറേറ്റ് തൂക്കം എഴുതണം. അതുപോലെ നെറ്റ് വെയ്റ്റും ഗ്രോസ് വെയ്റ്റ് എഴുതുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ടോട്ടൽ പുതുക്കി വെക്കുമ്പം, ഒരു വർഷം കഴിഞ്ഞ് പുതുക്കി വെക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഒരു സാധനം നമ്മുടെ കൈക്ക് അതല്ലേ നിങ്ങളെ സാധനം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടിച്ചിങ്ങനെ തരും, കാണിച്ചു തരും, ഇങ്ങനെ അതല്ലേ, ഇങ്ങനെ കാണിച്ചു തരും, ഓക്കെ ഇതാണ് ഓക്കെ. ഇങ്ങോട്ട് അത് നേരെ ത്രാസ് കണ്ടിട്ട് തൂക്കി അവരെന്ത് ചെയ്യും, എഴുതി അത് വീണ്ടും വെക്കും. നമുക്ക് അത് എത്ര തൂക്കം ഉണ്ടായിരുന്നു പോലും നോക്കാൻ നേരമില്ല, അറിയില്ല. എന്തോ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ആ തൂക്കം എത്രയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ ആ സാധനം നമ്മളതാണോ എന്ന് നോക്കണം. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് പുതുക്കി കൊടുക്കാൻ ഒപ്പിടാൻ പാടുള്ളൂ. ഇതന്നെ ഇവിടെ തന്നെ ഇവൻ കഴിച്ചിലാകാൻ കാരണം എന്താ വെച്ചാൽ പുതുക്കി കൊടുക്കുന്നതൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവന് നെഗറ്റീവ് വരാം. പക്ഷേ കൃത്യമായ തെളിവ് അതിൽ കാണുന്നതുകൊണ്ട് മാത്രമാണ് അവൻ എന്ത് ചെയ്തത്, അത് നേടിയെടുത്തത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അതെല്ലാവർക്കും അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ചെല്ലുമ്പം കൂടുതൽ പൈസ, വാല്യൂ കൂടുമ്പോൾ കൂടുതൽ പൈസ കയ്യിലപ്പോൾ കിട്ടും. അപ്പോൾ ആ പൈസ കയ്യിൽ വരുമ്പോൾ നമ്മളെ പൈസനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അതിൽ സന്തോഷത്തിൽ മാത്രം പോരുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, തൂക്കം നോക്കണം, വെക്കുമ്പോൾ ഫോട്ടോ എടുക്കണം, നെറ്റ് വെയ്റ്റും ഗ്രോസ് വെയ്റ്റും തിരിച്ച് തരുമ്പം അതേ സാധനമാണോ നോക്കണം. വീണ്ടും അത് പുതുക്കുമ്പം തൂക്കി നോക്കണം, അതിൻ്റെ വാല്യൂ അത് അന്നത്തെ ഫസ്റ്റ് വെച്ചപ്പോഴുള്ള വാല്യൂ ഉണ്ടോ നോക്കണം. അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഹുക്കും കാര്യങ്ങളൊക്കെ പോവും. അപ്പോൾ അത് എത്ര ഘട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ പുലർത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവസാനം എടുക്കുമ്പോൾ, ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെ ആ 470 മില്ലി സാധനം തിരിച്ച് കൊടുക്കേണ്ടി വന്നു, അവർ തന്നു. അപ്പം ഇനി ഒരാൾക്കും ഈ സ്വർണം പണയം വെക്കുന്ന ആളുകളിൽ എത്ര ആളുകളിൽ ഇപ്പോൾ എടുത്തുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഇത് ഈ ഒരു തെളിവ് ഫോട്ടോ അല്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ചെന്നാലും കിട്ടില്ല. അവർ പറയാതെ ഇല്ലായിരുന്നു, അന്ന് തന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മടക്കി അയച്ചിട്ടുണ്ടാവാനെ. പക്ഷേ വിടാതെ പിന്തുടർന്നുകൊണ്ടാണ് സാധനം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക്സ്.